ബിജെപിയിലേക്ക് പോയ CPM സഹയാത്രികൻ റെജി ലൂക്കോസുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന മന്ത്രി പി രാജീവ്. ചാനൽ ചർച്ചയ്ക്ക് CPM ആളെ വിടാത്തപ്പോൾ മാധ്യമങ്ങളിൽ വിളിച്ചു വരുത്തുന്ന ആൾ മാത്രമാണ് റെജി. അദ്ദേഹം പാർട്ടി ഘടകങ്ങളില്ല. തെരഞ്ഞെടുപ്പിൽ വികസനമാണ് കേരളം ചർച്ച ചെയ്യുന്നതെന്നും രാജീവ്. ആരെ വേണേലും ഇടത് സഹയാത്രികൻ എന്ന് പേരിട്ട് വിളിക്കാം. കോൺഗ്രസിൽ നിന്നും പോയവരും പോകാൻ നിൽക്കുന്നവരും സഹയാത്രികരല്ല, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളാണ്. ശബരിമല ഹൈക്കോടതി വിധി കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് അന്വേഷണത്തിന് മുന്നിൽ വരാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ വസ്തുതാവിരുദ്ധമെന്ന് SIT കണ്ടെത്തി. പുരാവസ്തു അന്വേഷകരെ ചെന്നിത്തല എന്തിനു കൊണ്ടുവന്നുവെന്ന് രാജീവ് ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം കോൺഗ്രസ് നേതാക്കൾക്കാണ്. അതിന്റെ തെളിവുകളടക്കം പുറത്തു വന്നതാണ്. AK ബാലന്റെ പരാമർശമൊക്കെ ചർച്ച ചെയ്തതല്ലേ എന്നും മന്ത്രി ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. നല്ല പ്രാധാന്യത്തോടുകൂടി കേരളം ചർച്ച ചെയ്യേണ്ട പരാമർശങ്ങളാണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയത്. കാരണം അന്വേഷണം ഏറ്റവും ശരിയായ രീതിയിലാണ് എന്ന് ഹൈക്കോടതി ആധികാരികമായി തന്നെ വ്യക്തമാക്കി. എന്ന് മാത്രമല്ല, ഒരു തരത്തിലുള്ള സമ്മർദ്ദവുമില്ല. ഹൈക്കോടതിയാണ് ഇതിന് പൂർണ്ണമായിട്ട് മേൽനോട്ടം വഹിക്കുന്നത്. ഹൈക്കോടതിയിൽ മാത്രമാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നും ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി. അതുവരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പ്രതിപക്ഷ നേതാവിനോടാണ് ചോദിക്കേണ്ടിയിരുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇത് സമ്മർദ്ദം ചെലുത്തുന്നു, CPMകാരെ തിരികെ കയറ്റുന്നു എന്നെല്ലാം ആക്ഷേപം പറഞ്ഞ് SITയെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി യഥാർത്ഥ പ്രതികളുടെ ബന്ധങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരാതിരിക്കാനുള്ള ഒരു സൂക്ഷ്മ ജാഗ്രത അതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചത്. ഇന്നിപ്പോൾ മറ്റൊന്നുകൂടി വന്നല്ലോ, ശ്രീ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ആ വെളിപ്പെടുത്തൽ വസ്തുതാരഹിതമാണ് എന്ന് ഇപ്പോൾ SIT കണ്ടെത്തിയതായി പറയുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല ഒരു പുരാവസ്തു അന്വേഷകൻ എന്തിനു വേണ്ടി കൊണ്ടുവന്നു? ഈ രണ്ട് പ്രതികളെന്നാണ് നേരത്തെ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർണം കട്ടവർ, സ്വർണം വാങ്ങിയവർ, അതുമായി ബന്ധപ്പെട്ടുമെന്ന് 3 പ്രധാന പ്രതികൾ. ആ 3 പ്രധാന പ്രതികളും ഒന്നിച്ച് വന്നിട്ടുള്ള ഏക ഫോട്ടോ, ഏകാന്ന് പറയാൻ പറ്റില്ല, കാരണം 3 ഘട്ടങ്ങളിൽ ഫോട്ടോയുണ്ട്. അവർ 3 പേരും വന്നിട്ടുള്ള ഫോട്ടോ ശ്രീമതി സോണിയാഗാന്ധിക്കൊപ്പം അടൂർ പ്രകാശും ആന്റണി നിൽക്കുന്ന ഫോട്ടോ മാത്രമാണ്. സ്വാഭാവികമായിട്ട് രമേശ് ചെന്നിത്തല സുവമോട്ടോ ഇങ്ങനെ പ്രഖ്യാപനം നടത്തി SITയുമായി മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇവർ തയ്യാറാകുന്നില്ല? എന്താണ് ഈ ബന്ധം? വിദേശത്ത് ആർക്കാണ് പുരാവസ്തുവിൻ്റെ കടയുള്ളത്? ബെല്ലാരി എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ത്? എന്നാണ് ഈ പോറ്റി ശബരിമലയിലേക്ക് വരാൻ തുടങ്ങിയത്? ഇപ്പോൾ അടൂർ പ്രകാശ് 2011 ആദ്യത്തെ കൂടിക്കാഴ്ച സോണിയാഗാന്ധിയുമായി നടത്തിയതെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങളെ സംബന്ധിച്ചും ഒരു ഗൗരവമായ വിമർശനം നടത്തി. മാധ്യമ വിചാരണ വേണ്ടതില്ല, ഞങ്ങളാണ് ഇത് മേൽനോട്ടം വഹിക്കുന്നതെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ മലയാള മനോരമ വളരെ സൂക്ഷ്മമായി അകത്ത് വാർത്ത കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ വസ്തുതാപരമാണ്, ശരിയായ രൂപത്തിലാണ് എന്ന ഭാഗമൊന്നും ഇല്ലാതെ അന്വേഷണം വേണമെങ്കിൽ 6 മാസത്തേക്ക് കൂടി നീട്ടാം എന്നൊരു ഉൾപേജ് വാർത്തയാണ്. സിംഗിൾ ബെഞ്ച് ഈ കേസുമായി ഒരു ബന്ധവുമില്ലാത്ത ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കേസിൻ്റെ മറ്റ് വിശദാംശങ്ങളൊന്നും പൂർണ്ണമായി പിന്തുടരാത്ത സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു പരാമർശം 1-ാം പേജിൽ ആഘോഷിച്ചവരും ന്യൂസ് അവറിൽ തുടർച്ചയായി ചർച്ച ചെയ്തവരും ഈ അന്വേഷണത്തിന് തുടക്കം മുതൽ മേൽനോട്ടം വഹിക്കുന്ന ആരാണ് അന്വേഷണത്തിനകത്ത് ടീമിൽ വേണ്ടത് എന്നതുൾപ്പെടെ അന്വേഷണ വിഷയങ്ങൾ സൂക്ഷ്മമായി പിന്തുടരുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നു കഴിഞ്ഞപ്പോൾ, അവരുടെ ഈ പരാമർശങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ന്യൂസ് അവറും ചർച്ച ചെയ്തില്ല, ഒരു 1-ാം പേജിലും വന്നില്ല. അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചില സംഘടനാ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കരുത്. അതാണ് ഇതിനകത്ത് കാണുന്നത്. UTV ന്യൂസ്, പാലക്കാട്.